നമ്മളിന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും UPI ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകളാണ്. നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ചൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. എന്നാൽ ഓരോ സമയം നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പാസ്വേഡ് കൊടുത്ത് അതിൻ്റെ സ്കാനറിൽ പോയി നമ്മൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യും. അത് മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫോൺ പേയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സമയം നഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷോപ്പിന് മുന്നിലൊക്കെ ഇരുന്ന് ഇത്തരത്തിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും. ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ ഫോൺ പേയിലും ഈ സൗകര്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചുതരാം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് കാണണം. കാരണം എല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഗൂഗിൾ പേ എടുക്കുകയാണ്. ഇപ്പോൾ ഗൂഗിൾ പേയിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണും. സ്കാൻ ആൻഡ് QR കോഡ് എന്നും, രണ്ടാമത്തെ പേ ഫോൺ നമ്പർ എന്നും, മൂന്നാമത്തെ മൊബൈൽ റീചാർജ്, നാലാമത്തെ ബാങ്ക് ട്രാൻസ്ഫർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 4 ഫീച്ചറാണ്. ഒന്ന്, കടകളിൽ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്, സ്കാൻ ചെയ്യാറുണ്ട് QR കോഡ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പേ ഫോൺ നമ്പർ, നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ആർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാറുണ്ട്. മൂന്നാമത്തെ മൊബൈൽ റീചാർജ്, നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട്. നാലാമത്തെ ബാങ്ക് ട്രാൻസ്ഫർ, നമ്മൾ ആർക്കെങ്കിലും ബാങ്കിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ 4 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഗൂഗിൾ പേയിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക, ഏതാണോ വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും മുകളിൽ കാണുന്ന സ്കാൻ ആൻഡ് QR കോഡ് എന്നുള്ളത് കടകളിൽ പോയി സ്കാൻ ചെയ്യാനുള്ളതാണ്. അത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഫോണിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ പേക്കകത്ത് പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നിരിക്കുന്നത് സ്കാൻ ആൻഡ് QR കോഡ് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഏതെങ്കിലും കടകളിൽ പോയി പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ QR കോഡിൻ്റെ, നമ്മളിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത QR കോഡിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിനി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ പേയിൽ നിന്ന് സ്കാനർ തിരഞ്ഞെടുത്ത് ലോക്ക് അൺലോക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് കൊടുത്ത് നേരെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഗൂഗിൾ പേയിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ പേ ഫോൺ നമ്പർ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക, ഇതും ഇതുപോലെ കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. ഇവിടെ ഫോൺ നമ്പർ, നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് നേരെ മുകളിൽ പേയ്മെൻറ്റ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഏതാണോ അത് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫോൺ പേയിലേക്ക് വരാം. ഫോൺ പേയിലും അതേ സൗകര്യമുണ്ട്. ഫോൺ പേയും ഇതുപോലെ ഗൂഗിൾ പേ പോലെ തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണും. സ്കാൻ ആൻഡ് QR കോഡ്, ബാങ്ക് ബാലൻസ്, ട്രാൻസാക്ഷൻ, സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കണ്ട അതേ ഫീച്ചർ തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനകത്തൊന്ന് ടച്ച് ചെയ്ത് ലോങ് പ്രസ് ചെയ്യുക. വേണ്ടത് ഇതുപോലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഫോൺ പേക്കകത്ത് തന്നെ പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ ഓരോ ആപ്പുകൾക്കും നമുക്കിതൊക്കെ ഓപ്പൺ ചെയ്ത് ടൈം എടുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ടൈം നമുക്ക് നഷ്ടപ്പെടുത്താതെ വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കിത് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ, ഇത് വേണ്ട എന്നാണെങ്കിൽ അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ റിമൂവ് എന്ന് കാണും. ഈ റിമൂവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. റിമൂവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് റിമൂവ് ആവും. ഇവിടെ ഗൂഗിൾ പേക്കകത്തും അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്യുക, ആവശ്യമില്ലാത്തത് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ പോപ്പപ്പിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.